ഹായ് ഓൾ, ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന യൂണിറ്റിൻ്റെ ഒരു ലൈവ് ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിനോടൊപ്പമുള്ള ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാർജ് എന്താണെന്നും അതെങ്ങനെ ഉണ്ടാകുന്നതെന്നും കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ആ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ അഡിക്റ്റിവിറ്റി ഓഫ് ചാർജ്. അതായത് ഇപ്പം നമ്മുടെ ഒരു ചാർജ്ഡ് ബോഡി ഉണ്ട്, അതിലേക്ക് നമ്മളൊരു നെഗറ്റീവ് ചാർജോ അതോ പോസിറ്റീവ് ചാർജോ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനായിരിക്കും ആ ബോഡിയിൽ ആ ചാർജ്, നെറ്റ് ചാർജ് എങ്ങനെയായിരിക്കും ആഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിയെടുത്തോ. ദ ടോട്ടൽ ചാർജ് on the extended body is the algebraic sum of the charge present on it. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ ഒരു ബോഡി ഉണ്ട്, ഇതിലേക്ക് ആദ്യം ഞാനൊരു ക്യൂ ചാർജ് കൊടുത്തു. ഓക്കെ, Q1 ചാർജ്. ഓക്കെ, അതായത് Q1 ചാർജ് ഈസ് ഈക്വൽ ടു ഒരു 2 കുലംബ്. അതേസമയം അടുത്ത ഞാനൊരു Q2 ചാർജ് ആഡ് ചെയ്യുകയാണ്, അതൊരു -3 കുലംബ്. Q4 ചാർജ് ആഡ് ചെയ്യുകയാണ്, പിന്നെ ഒരു 5 കുലംബ്. ഓക്കെ, സോ എത്ര ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഇത് ഇത്രയും ഈ 3 ചാർജ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിനകത്തുള്ള ടോട്ടൽ ചാർജ് Q വിൽ ബി ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3, algebraic sum of the individual charges. ഓക്കെ, ഇത് എത്ര ആയിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് -3 പ്ലസ് 5 കുലം, അതായത് ഈക്വൽ ടു 0. പൊളാരിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ to create or destroy net charge carried by an isolated system. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: the total charge of the isolated system is always conserved. The total charge of an isolated system is always conserved. ഇതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഐസൊലേറ്റഡ് സിസ്റ്റം.
നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സെറ്റ് ഓഫ് ചാർജ് സിസ്റ്റം എടുക്കുകയാണ്. ഒരു 2-3 ബോഡി, 1 ബോഡി അതിനകത്തൊരു 1 കുളം ചാർജ് ഉണ്ട്. അടുത്തൊരു ബോഡി ഒരു -3 കുളം ചാർജ് ഉണ്ട്. അടുത്തൊരു ബോഡി അതിനകത്ത് ഒരു 10 കുളം ചാർജ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ, ഇതാണ് നമ്മളുടെ ഡിഫൈൻഡ് സിസ്റ്റം എങ്കിൽ, വെളിയിൽ നിന്ന് ഇനി ഒന്നിനെ അലോ ചെയ്തില്ല. നമ്മൾ സിസ്റ്റം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഇനി വെളിയിൽ നിന്ന് ഒന്നിനും ഒരു ചാർജിനും അകത്തോട്ട് വരാൻ പറ്റില്ല. ഈ കേസിൽ നമ്മൾ എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ നടത്തിയാലും, ഇപ്പം നമ്മൾ 1 കുളം എടുത്ത് ഇതിനകത്ത് ഇങ്ങോട്ട് കൊടുത്തു, 10 കുളം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ മാറ്റിയാലും ഇതിനകത്തുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് Q വിൽ ബി ഈക്വൽ ടു 1 കുളം പ്ലസ് -3 കുളം പ്ലസ് 10 കുളം ആയിരിക്കും. അതായത് പറയുന്നത് 8 കുളം ചാർജ് ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്ന നെറ്റ് ചാർജ്. ഓക്കെ, അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജിനെ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ സപ്പോസ് ഇതിനകത്തുനിന്ന് ഒരു മെറ്റീരിയലിനെ ഞാൻ വെളിയിലോട്ട് എടുത്തു, അപ്പോൾ അത് ഐസൊലേറ്റഡ് സിസ്റ്റം അല്ല, ഓൾറെഡി എൻ്റെ സിസ്റ്റം പിന്നെ റീഡിഫൈൻ ചെയ്യപ്പെട്ടു. ഓക്കെ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്തേക്ക് ചാർജിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് ഓൾവേസ് കൺസേർവ്ഡ് ആയിരിക്കും. ഇതിനകത്തോട്ട് നമുക്കൊരു മെറ്റീരിയൽ കൊണ്ടുവരാനും പറ്റത്തില്ല, എടുത്ത് മാറ്റാനും പറ്റില്ല. അതിനാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ ടോട്ടൽ നെറ്റ് ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. Statement എഴുതിക്കുക. The electric charge on a body is an integral multiple of E. The electric charge on a body will be an integral multiple of E. ഇതിനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇതിന് കാരണം നമുക്കറിയാം എന്തുകൊണ്ടാണ് ചാർജ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്നത്. അതിനകത്തുള്ള ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളിൽ നിന്ന് വേറൊരു പാർട്ടിക്കിളിലേക്ക് നഷ്ടപ്പെടുകയോ അതോ ഗെയിൻ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ചാർജ് ഒരു മെറ്റീരിയലിന് കിട്ടുക. നമുക്കറിയാം ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുക, അതിനകത്ത് ഞാൻ 2 ഇലക്ട്രോൺ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇതിനകത്ത് -2 ആയിരിക്കും ഈ ബോഡിയുടെ ചാർജ്. അതേ സമയത്ത് ഞാൻ ഇവിടുന്ന് ഒരു 3 ഇലക്ട്രോൺ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇതിനകത്ത് +3e ചാർജ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു അര ഇലക്ട്രോൺ ഇതിനകത്ത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ എനിക്ക് 1 ഇലക്ട്രോൺ എടുക്കാം, 2 ഇലക്ട്രോൺ എടുക്കാം, 3 ഇലക്ട്രോൺ എടുക്കാം. അങ്ങനെ മാത്രമേ അതിനകത്ത് നിന്ന് ചാർജിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഇതിനൊരു ചാർജ് കിട്ടും. അതേപോലെ തന്നെയാണ് കൊടുക്കുമ്പോഴും ഒരു മെറ്റീരിയലിലേക്ക് ഞാൻ ചാർജ് ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 1 ഇലക്ട്രോൺ ആഡ് ചെയ്ത് അതിനകത്ത് 1e ചാർജ് കാണും, പിന്നെ 1 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ 2e, 3e, 4e അങ്ങനെ ആയിരിക്കും അത് ആഡ് ആയി പോകുന്നത്. ഒരിക്കലും നമുക്കൊരു അര ഇലക്ട്രോൺ ഒരു ഫ്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് ആഡ് ചെയ്യാനോ എടുക്കാനോ പറ്റത്തില്ല. എടുക്കുന്നെങ്കിൽ 1 ഇലക്ട്രോൺ എടുക്കണം, കൊടുക്കുന്നെങ്കിൽ 1 ഇലക്ട്രോൺ കൊടുക്കണം. അപ്പൊ എത്ര ഒരു ചാർജ് ഒരു ബോഡിക്കകത്തുണ്ടോ അത് ഓൾവേസ് വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആയിരിക്കും. ഓക്കെ, വലിയ എമൗണ്ട് ഓഫ് ചാർജസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. 1 കുളം ചാർജ് അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം അതൊരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ വലിയൊരു എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ കൺസിഡർ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അത്ര കാര്യമാക്കാറില്ല. ഓക്കെ, എന്നാൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു ബോഡി എത്ര ചാർജ് ഉണ്ടോ അത് ഓൾവേസ് വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. നമ്മൾ ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആദ്യം അഡിക്റ്റിവിറ്റി ഓഫ് ചാർജ്. അഡിക്റ്റിവിറ്റി ഓഫ് ചാർജ് എന്താണ് പറയുന്നത്? The total charge on an extended body will be an algebraic sum of the individual charges present in it. ഓക്കെ, അത് കാരണം വെച്ചാൽ ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കെയിലാർ അഡീഷൻ. ഇതൊരു സ്കെയിലാർ അഡീഷൻ ആണ്. അത് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദ നെറ്റ് ചാർജ് ഓഫ് an isolated system will be always conserved. അതേപോലെ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ഇലക്ട്രിക് ചാർജ് ഇൻ എ ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ. ഇതെന്തുകൊണ്ടാണെന്നുള്ളതിന്റെ റീസൺസും നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ചാർജിങ്. എന്താണ് ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എ ബോഡി ക്യാൻ ബി ചാർജ്ഡ്, എ ബോഡി ക്യാൻ ബി ചാർജ്ഡ് by removal or addition of electrons into it. ഓക്കെ, ഒരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ചാർജിങ് അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, എത്ര ടൈപ്പ് ഓഫ് ചാർജിങ് ഉണ്ട്? അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എത്ര രീതിയിൽ ഒരു അൺചാർജ്ഡ് ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ചാർജിങ്ങിനെ നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നാണ് പറയുന്നത്. ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഈ ടൈപ്പ് ഓഫ് ചാർജിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be a contact between the charged and the uncharged object. ചാർജ്ഡ് ഒബ്ജക്റ്റും അൺചാർജ്ഡ് ഒബ്ജക്റ്റും തമ്മിൽ a contact between charged and uncharged object. അതായത് നമ്മുടെ ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വെച്ചോ. ഈ ചാർജ്ഡ് ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഒരു അൺചാർജ്ഡ് ഒബ്ജക്റ്റിന്റെ മുകളിലോട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ചാർജ്ഡ് ഒബ്ജക്റ്റിൽ ഇതുകൊണ്ടൊന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഈ ചാർജ്ഡ് ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ചാർജ് ഈ അൺചാർജ്ഡ് ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് മാറ്റുകയാണെങ്കിൽ ഇതിൽ ആ ചാർജ് റിസൈഡ് ചെയ്യും. ഇങ്ങനെയുള്ള ചാർജിങ്ങിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ദർ വിൽ ബി എ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ചാർജ് ആൻഡ് ദ അൺചാർജ്ഡ് ഒബ്ജക്റ്റ്. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അറ്റൈൻഡ് ബൈ ദ അൺചാർജ്ഡ് ബോഡി ആൻഡ് ദ ചാർജ് ഓൺ ദ ചാർജിങ് ബോഡി, ദ ബോഡി വിച്ച് വി ആർ യൂസിങ് ടു ചാർജ് വിൽ ഹാവ് സെയിം പൊളാരിറ്റി. അതായത് ഇപ്പോൾ ഇതിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളതെങ്കിൽ ഇതിലും പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും ഉണ്ടാകുക. The charged and uncharged body will get same polarity, will be in same polarity after charging, will be in same polarity after charging. അപ്പോൾ എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ? there will be a contact between the charged and the uncharged body. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചാർജ്ഡ് ബോഡിയുടെയും അൺചാർജ്ഡ് ബോഡിയുടെയും ചാർജിങ്ങിന് ശേഷം പൊളാരിറ്റി സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ചാർജ്ഡ് ബോഡി നെഗറ്റീവ് ആണെങ്കിൽ ചാർജിങ്ങിന് ശേഷം അൺചാർജ്ഡ് ബോഡിയിൽ ഉണ്ടാകുന്ന ചാർജും നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അൺചാർജ്ഡ് ബോഡിയിൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാർജ് വിൽ ബി കൺസേർവ്ഡ്. സപ്പോസ് ബിഫോർ ചാർജിങ്ങിന് ഇതിനകത്ത് 20 കുളം ഉണ്ടായിരുന്നു. ആഫ്റ്റർ ചാർജിങ്ങിൽ ഇതിനകത്തൊരു Q1 ചാർജും ഇതിനകത്തൊരു Q2 ചാർജും ഉണ്ടെങ്കിൽ Q1 പ്ലസ് Q2 എന്ന് പറയുന്നത് 20 കുളമ്പായിരിക്കും. ഇനിഷ്യലി ഇതിനകത്ത് ചാർജ് ഇല്ല. അങ്ങനത്തെ കേസിൽ Q1 പ്ലസ് Q2 എന്ന് പറയുന്നത് 20 കുളമ്പായിരിക്കും. ഓക്കെ, ഇതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇതിനെയാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചാർജിങ്ങിനെ പറ്റി പഠിക്കാം. അതായത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതിനകത്ത്
there will not be any contact between the charged body and the uncharged body. No contact between charged body and the uncharged body. പിന്നെ എങ്ങനെയായിരിക്കും ഇത് ചാർജ് ചെയ്യുക? ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചാർജ്ഡ് ബോഡിയെ സപ്പോസ് ഒരു നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ടക്ടറിന്റെ സപ്പോസ് നമ്മൾ 2 കണ്ടക്ടർ കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുകയാണ്. 2 കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവരും. ഈ 2 കണ്ടക്ടർ കോണ്ടാക്റ്റിലാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ 2 കണ്ടക്ടറിന്റെ അടുത്തോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? നമുക്കറിയാം കണ്ടക്ടറിനകത്ത് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടക്ടർ ഹാസ് ലോട്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഈ അറ്റത്തോട്ട് വരികയും അത് കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും രൂപപ്പെടും. ഓക്കെ, അതായത് നമ്മളൊരു ചാർജ്ഡ് ബോഡിയെ ഒരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു സെപ്പറേഷൻ നടക്കും, ഒരു ചാർജ് സെപ്പറേഷൻ നടത്തും. ചാർജ് സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ ഒരു സൈഡിലോട്ടും നെഗറ്റീവ് ചാർജ് എല്ലാവരും കൂടെ വേറൊരു സൈഡിലോട്ടും മൂവ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറിനകത്ത് ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസിനെ ഈ പറയുന്ന എക്സ്റ്റേണൽ ചാർജ് അട്രാക്റ്റും റിപ്പലും ചെയ്യും. അതായത് ഇലക്ട്രോൺസിനെ ഇപ്പൊ ഇവിടെയും നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് റിപ്പൽ ചെയ്യുമ്പോൾ അത് ഇതിൽ നിന്ന് എവേ ആയിട്ട് പോകും. അതേസമയം ആ പോയ ഇലക്ട്രോണിന്റെ അത്രയും നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇപ്പുറത്ത് റിസൈഡ് ചെയ്യും. ഈ സിറ്റുവേഷനിൽ ഇത് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ 2 മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇത് ആദ്യം കോണ്ടാക്റ്റിലായിരുന്നു, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് പറ്റും? ഈ പോസിറ്റീവ് ചാർജ് ഇതിന്റെ മുകളിൽ റിസൈഡ് ചെയ്യും, ഈ നെഗറ്റീവ് ചാർജ് ഇതിന്റെ മുകളിലും റിസൈഡ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഒരു കണ്ടക്ടറിന്റെ മുകളിലായി, നെഗറ്റീവ് ചാർജ് വേറൊരു കണ്ടക്ടറിന്റെ മുകളിൽ. ഇപ്പൊ നമ്മൾ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചിതിന് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, കാരണം അതിന്റെ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. ഈ ടൈപ്പ് ഓഫ് ചാർജിങ് ആണ്. ഇവിടെ നമുക്കറിയാം ചാർജ് ഒബ്ജക്റ്റും അൺചാർജ് ഒബ്ജക്റ്റും തമ്മിൽ ഒരു കോണ്ടാക്ട് വന്നില്ല. ദർ ഈസ് നോ കോണ്ടാക്ട്, ദർ ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ചാർജ്. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് ചാർജിങ് ഈസ് കോൾഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ വേറൊരു മെത്തേഡിലൂടെ ചെയ്യും. ഇങ്ങനെ ഒരു കണക്ഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് എർത്തിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ നമ്മൾ അങ്ങ് എർത്തുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, എർത്ത് എന്ന് പറയുന്നത് നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ എർത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാർജ് സപ്ലൈ ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിയും. എർത്തിനെ ഒരു ഇലക്ട്രോൺ സി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കടലിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്ന് വിചാരിക്കുക, അതിന്റെ വെള്ളത്തിന്റെ ലെവലിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. അതേപോലെയാണ് എർത്തിന്റെ കേസ്. എർത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ഇലക്ട്രോൺ എടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എർത്തിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പൊ ഇലക്ട്രോൺ നമ്മൾ വിളിക്കുന്ന ഇലക്ട്രോൺ ബാങ്ക് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ ഒരു കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവരുന്നത് എർത്ത് കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ ഈ കണ്ടക്ടർ എർത്തിൽ നിന്ന് പോസിറ്റീവ് ചാർജ്, അതായത് നെഗറ്റീവ് ചാർജ് ഈ പറയുന്ന കണ്ടക്ടറിൽ നിന്ന് കണ്ടക്ട് ചെയ്ത് നേരെ എർത്തിലോട്ട് പോകും. അത് കാരണം ഇവിടെ കുറെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ കേസിൽ തന്നെ നമ്മൾ ഇത് റിമൂവ് ചെയ്യുവാണെങ്കിൽ തിരിച്ചിതെല്ലാം ഇവിടെ വന്ന് ഇത് ന്യൂട്രൽ ആയിട്ടിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ്, അതായത് ഈ ചാർജ് എർത്തിലോട്ട് പോയതിനു ശേഷം ഈ എർത്തുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഈ ചാർജിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന അൺചാർജ്ഡ് ഒബ്ജക്റ്റിൽ ഒരു പോസിറ്റീവ് ചാർജ് രൂപപ്പെടും. ഇങ്ങനെയും നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മൾ കൊണ്ടുവന്നത് നെഗറ്റീവ് ചാർജ് ആണ്, പക്ഷെ ഇവിടെ ഇൻഡ്യൂസ് ആയിരിക്കുന്നത് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ the charge on the charged body and the uncharged body after charging will be of different polarity. അതായത് ഇപ്പം നമ്മൾ ചാർജിന് ഉപയോഗിക്കുന്ന നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകുക. നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകുക. In this
the charged body, the charged and uncharged body will have opposite polarity after charging. ഓക്കെ, അടുത്തത് നമുക്ക് ഇലക്ട്രോസ്കോപ്പിനെ പറ്റി പഠിക്കാം. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഒരു ഒബ്ജക്റ്റ് ചാർജ് ആണോ അൺചാർജ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ സിമ്പിൾ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് മാത്രമാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ജാർ എടുത്തതിന് ശേഷം, ഗോൾഡ് ലീഫ് തന്നെ വേണമെന്നില്ല, ഇപ്പം നമുക്ക് നല്ല രീതിയിൽ നല്ല ഡിഫ്ലക്റ്റ് ആയിട്ടുള്ള ഒരു അലൂമിനിയം ഫോയിൽ ആണെങ്കിലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു ഇവാക്യുവേറ്റഡ് ജാറിനകത്ത് ഓക്കെ നല്ലൊരു മെറ്റൽ റോഡ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ആ മെറ്റൽ റോഡിന്റെ അടിയിൽ 2 ഗോൾഡ് ലീഫുകൾ വെക്കുക. ഗോൾഡ് ലീഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മെറ്റൽ ലീഫ് മൂവ് ചെയ്യാൻ പറ്റണം ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ മുകളിലൊരു ചെറിയൊരു നല്ല കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർഫസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചാർജ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ഇവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് ഇതിനകത്തൂടെ കണ്ടക്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് ചാർജസ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ ലീഫിന്റെ 2 ഭാഗവും റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ ബോഡി ചാർജ് ആണ്. ഏത് പൊളാരിറ്റി ആണെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷെ അത് ചാർജ് ആണോ അൺചാർജ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഇതിനെ നമ്മൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നും പറയും. പിന്നെ ഇതിന്റെ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ്, അതെന്ന് വെച്ചാൽ ഇത് തമ്മിൽ എത്ര ഡിഗ്രി മാറുന്നു, അതിനെ നമുക്ക് അതിനകത്ത് എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട് എന്നതിനെ പറ്റി ഒരു സൂചന തരാം. എക്സാക്ട് എമൗണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും അത് എത്ര ഉണ്ടാവും എന്ന് ഒരു സൂചന. എന്നാൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡിഗ്രി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ 3 കാര്യം പഠിച്ചു. ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്, 2 ചാർജിങ് എത്ര വിധത്തിലുണ്ട്, മൂന്നാമത്തത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, അത് എങ്ങനെയാണ് ചാർജ് ഉണ്ടാകുന്നത് ബോഡിയിൽ. ഓക്കെ, ചാർജിന്റെ ഒരു പ്രോപ്പർട്ടി, അത് ലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്തത്, ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടത്. രണ്ടാമത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ പറ്റിയും ചാർജിങ്ങിനെ പറ്റിയും പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എത്ര അട്രാക്ഷൻ ഉണ്ട്, എത്ര റിപ്പൽഷൻ ഉണ്ട്, എത്ര ഫോഴ്സിലായിരിക്കും അത് അട്രാക്ട് ചെയ്യുക റിപ്പൽ ചെയ്യുക എന്നതിനെ പറ്റി നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. താങ്ക് യു.